ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ പുഞ്ചയിലെ കൃഷിയൊക്കെ കഴിഞ്ഞതും ഞങ്ങളുടെ പശുക്കളെയും ഒക്കെയാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ തിന്നിട്ട് ഞങ്ങളുടെ പശുക്കൾക്ക് ഉണ്ടായ ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്തിൽ നിന്ന് പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മുടെ മിണ്ടാപ്രാണികൾക്ക് ഉണ്ടാകുന്ന ഒരു ദൂഷ്യത്തെ പറ്റിയും ഞാൻ ഇതിനകത്ത് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ. നമ്മുടെ വീഡിയോയിൽ ഒത്തിരി ദിവസമായില്ലേ പശുക്കളെയൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഓർത്ത് 2 പശുക്കളെയൊക്കെ എടുത്ത് നിങ്ങളെ വീഡിയോ ആയിട്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ, സുന്ദരി പിള്ളേരായിട്ട് ഞങ്ങളുടെ പശുമാമകളൊക്കെ നിൽക്കുവാണേ. ഇങ്ങോട്ട് നോക്കിയേടി, ഇങ്ങോട്ട് നോക്കിയേടി. എന്താ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കരിങ്കോഴി, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കരിങ്കോഴികളുണ്ട്. പശു ഇങ്ങനെ അമ്മ ഇവിടെ എങ്ങാണ്ടുണ്ട്. പശുവിനെ കുളിപ്പിക്കാൻ ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മയെ കണ്ടില്ല. അന്നേരം ഞാൻ അമ്മയെ നോക്കി ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് അമ്മ ഇവിടെ കണ്ടില്ല. എനിക്കൊന്ന് കണ്ടത്തിൽ കൊയ്ത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ ആ പുറകെങ്ങാണ്ട് പോയതാണ്, കച്ചി വാരാനോ ഇതിനോ പോയതാണ് ഇവരെ ഇവിടെ കുളിപ്പിച്ച് കെട്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയി അമ്മയെ നോക്കാം. അമ്മയോട് ചോദിച്ചാലേ ഇവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അമ്മ വേറെ മറ്റേ പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടാൻ പോയിട്ട് വരുന്ന വഴിയാണ് ഞാൻ കണ്ടോണ്ട് വരുന്നത്. ഫോൺ കണ്ട കയ്യിലിരിക്കുന്നത്. ഒന്നുകിൽ ഈ സമയത്ത് കൊച്ചിനെ വിളിക്കുക, അല്ലെ എന്നെ വിളിക്കും. ഈ പശുവിനെ കൊണ്ട് പോകുമ്പോഴാണ് പുള്ളിക്കാരൻ ഞങ്ങളെ വിളിക്കുന്നത്. വീട്ടിൽ ഇരുന്ന് വിളിക്കാനൊന്നും സമയമില്ലാതെ എന്ത് ചെയ്തറിയാം, നൈസായിട്ട് പശുവിനെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഫോണും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നത്. പോയ വഴിക്കൊരു തേങ്ങയൊക്കെ കിട്ടിയോ? അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, ഇത്രയും തിന്ന് ഈ വയറ് നിറഞ്ഞ പശുവിനെ ഇനി അമ്മ എന്ത് അയ്യത്തോട് കിട്ടുന്നത്? അല്ല, ഇതിനെ ഇവിടെ ഈ കൂട്ടിക്കെട്ടി ഇത്രയും പോച്ച പറിച്ച് അമ്മ ഈ പനിയും പിടിച്ച് അമ്മ ഈ പോച്ചെല്ലാം പറിച്ച് ഇതിങ്ങനെ പോയി തീറ്റുന്നത്. പോച്ചൊന്നും പറിച്ച് കൊടുക്കാല്ല, കച്ചി കൊടുക്കും. പിന്നെ ഇതുണ്ട്, വാഴക്കത്തൊലി ഉണ്ടായിരുന്നു, കച്ചി ഉണ്ടായിരുന്നു, കപ്പേല ഉണ്ടായിരുന്നു, കപ്പമുട്ട ഉണ്ടായിരുന്നു. ഇതൊക്കെ വാരി ഇട്ട് കൊടുത്തു. അത് നിങ്ങളെ തീറ്റി നിറച്ചു. ഇനി അവിടോട്ട് കൊണ്ട് തണലത്ത് കെട്ടിയാൽ അവിടെ കിടന്ന് ഉറങ്ങിക്കും. മറ്റേ ജന പിടിച്ചോ മറ്റേ പശുവിനെ? പശുക്കളെ ഞാൻ പിടിച്ചു. അതുകൊണ്ടല്ലേ ഇതുങ്ങളാ രണ്ടും. അതുങ്ങളെ രണ്ടിനും ജനം പിടിച്ചു. അതുകൊണ്ടല്ലേ അതുങ്ങളെ ഇവിടെ ഇട്ടേക്കുന്നില്ലേ എന്നേ ഞാനിപ്പോൾ കൊടുത്തു. കറവ് നിന്നു ഇവരുടെ. ഇവർക്ക് എന്താ ഒരു ചന പിടിക്കുന്നില്ലായിരുന്നു? കാശി ഏത് മാസത്തിലെ എന്തിനാ ഇതിന്റെ ഇടയ്ക്ക്? അമ്മ ഭയങ്കര കാര്യമായിട്ട് കാശി ഏത് മാസത്തിലെയാന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഓർത്ത് എന്തോ ഇത്ര കാര്യമായിട്ട് ചോദിക്കുന്നത്. കാശി ഉണ്ടായ മാസം ഇതിനെ കുത്തി വെച്ചത് നവംബർ മാസത്തിലെയാ കാശി. ആ അപ്പൊ ഡേറ്റ് ഓർത്തിരിക്കാൻ വലിയ കാര്യമായല്ലോ. നവംബർ 4-ാം തീയതി, 27-ാം തീയതി. അത് ഇത് 6-ാം തീയതി അങ്ങനെ കുത്തി വെച്ചതല്ലേ. അപ്പൊ ചനയുണ്ട്. ചന നിറച്ച് കൊടുക്കുമല്ലയോ അമ്മേ? അമ്മ ഒന്നിനെ കൊടുക്കത്തില്ലേ. ഞങ്ങൾ അതിന് ശല്യം ചെയ്ത ഞാൻ പുറകെ നടന്ന് കിണാന്ന് ചോദിക്കുന്നത് കൊടുക്കുമല്ലേ കൊടുത്തേക്കെന്ന് പറഞ്ഞ വഴക്ക. നിങ്ങളുടെ ഇവർക്ക് ഈ മിടുക്ക് പറ്റുന്നത് എന്താണെന്നറിയാം. ഇവർക്ക് ഇവിടെ അടുത്താണേ കണ്ടത്. നമ്മുടെ അവിടുത്തെ പോലല്ലേ, എലന്തൂരെ പോലൊന്നും അല്ല. ഇവിടെ അടുത്ത് കണ്ടമുണ്ട്. അതുകൊണ്ട് കണ്ടത്തിലോട്ട് കൊണ്ട് വിടാം. ഇപ്പോൾ കണ്ടത്തിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇതായിട്ട് നിൽക്കുന്ന സമയമൊക്കെ കൃഷിയെല്ലാം ഇതായി. അപ്പം ഇപ്പം ഞാൻ കാണിച്ചു തരാം. കച്ചിയൊക്കെ റോൾ ചെയ്ത് ഇവിടെ കൊടുക്കാനിട്ടേക്കുന്ന കാണിച്ചു തരാം. ഇവിടുത്തെ വീട്ടിലേക്ക് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് എലന്തൂക്ക് കൊണ്ടുപോകാനും കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വന്ന് കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ ആങ്ങളുടെ കൊടുത്തു, അവൻ്റെ കൊടുത്തു. അവൻ അവിടെ ഉണ്ട്. അവൻ്റെ കൊടുത്തു. അനുവേടനും അവനും കൂടെ അവിടെ ഇരിക്കുക. ആ തക്കത്തിന് ഞാൻ അമ്മയെ നോക്കി ഇറങ്ങിയതാണ്. അപ്പോഴാണ് കണ്ട അമ്മ പശുക്കളെയും കൊണ്ടൊക്കെ ഇങ്ങനെ പോയേക്കുന്നു. പിന്നെ ഞാൻ അമ്മയുടെ കൂടെ കൂടി. എനിക്കിവിടെ വന്ന ഇതാ ശീലം കേട്ടോ. എന്ന് വന്നു കഴിഞ്ഞാൽ അമ്മയെ കണ്ടില്ല അപ്പം വൈകിത്തിറങ്ങി അമ്മയുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ പിന്നെ ഇങ്ങനെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പറയാനുള്ള കൊച്ചു കഥകളെല്ലാം കാണും. അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പശുവിനെയും കൊണ്ട് അയ്യത്തോടൊക്കെ ഇങ്ങനെ പോകും. ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മളിവിടെ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടം കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ചേട്ടന്മാർ സ്കൂട്ടറിലൊക്കെ പോകും കണ്ടതിൽ കൂടെ. നല്ല രസം ഇവിടെയൊക്കെ കാണാനേ. ഇതെവിടെയാണെന്നറിയാം? ആറന്മുള സ്ഥലം. ആറന്മുള
ആണ് ഇത് സ്ഥലം. നമ്മളെ അമ്പലത്തിൻ്റെ കുറച്ചിങ്ങോട്ട് പോരണം, തറയമുക്ക് ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാണ്. ഞങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഇത് കണ്ണങ്ങാട്ട് മഠം, അല്ലെങ്കിൽ ഇവിടെ ഈ സ്ഥലത്തിന് പറയും കടവന്ത്ര. തെക്കേമലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കടവന്ത്ര അമ്പലത്തിൻ്റെ ആ ഭാഗമൊക്കെ ആയിട്ട് വരും. നേരെ അക്കരെ പൊന്നുംതോട്ടം അമ്പലം അതൊക്കെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ ഈ നാട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സ്ഥലം കാണുമ്പോൾ ഒന്നുകൂടെ സന്തോഷമായിക്കോട്ടെ. എന്നോട് ഇങ്ങനെ വിളിച്ച് പറയും കേട്ടോ, ഞാനിങ്ങനെ ഈ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തിടുമ്പോൾ. അല്ലാതെ അമ്മ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്, അവരെ കാണുന്നില്ല, ഇവർ അങ്ങോട്ട് പോയതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കാണാത്തത്. ഇതാ ഇത് കണ്ടോ, കണ്ടത്തിന് അവിടെ നടുക്ക് ഇവിടെ കച്ചിയിട്ട് വണ്ടിയെ കയറ്റുന്നത് കണ്ടോ, വണ്ടിയെ കൊണ്ടുവന്ന് കച്ചി ഇങ്ങനെ ഇത് റോൾ ചെയ്ത് ഇവർ കൊടുക്കും. കൊയ്ത്ത് കഴിഞ്ഞപ്പോഴത്തെ അത് റോൾ ചെയ്ത് കൊടുത്ത കച്ചി അവർ വണ്ടിയെ കയറ്റി ഇനി ഈ വണ്ടി ഇതിലേ കയറി വരും. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഉണങ്ങി കിടക്കും, അതുകൊണ്ട് കണ്ടത്തിൽ കൂടെ വണ്ടിയൊക്കെ ഇറങ്ങിപ്പോകും കേട്ടോ. ഞങ്ങൾ ഇവിടോട്ട് വയലെന്നല്ല പറയുന്നത്, ഞങ്ങൾ കണ്ടോന്നാണ് പറയുന്നത്. പശുവിൻ്റെ അടുത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് കവറെല്ലാം ഇങ്ങനെ പിറക്കി കളയുവാണ്. എന്തോന്നറിയാവോ, ഇവർ ഈ കണ്ടത്തിലൊക്കെ വരുന്നവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ആ പ്ലാസ്റ്റിക് ചോറൊക്കെ ഉണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ വെതറിയിട്ടേക്ക് ഈ പശുക്കൾ എന്ത് ചെയ്യുന്നറിയാം, ഈ പ്ലാസ്റ്റിക് എല്ലാം പോയി അങ്ങ് തിന്നിട്ട് ഈ കറിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടോ, അത് അവരങ്ങ് എടുത്തങ്ങ് തിന്നിട്ട് ഈയിടെ പശുവിനുണ്ടല്ലോ വയറ്റിളക്കം വന്നിട്ട് നിൽക്കത്തില്ലായിരുന്നു. പിന്നെ മരുന്നുകളൊക്കെ ചെയ്ത് പിന്നെ എന്ത് ചെയ്താമേ അവിടെ വയറ്റിളക്കം മാറിയത്? ഡോക്ടർ വന്ന് എത്ര രൂപയായമേ കാൽസ്യം ഇതെല്ലാം കൂടെ കൊടുത്തപ്പോൾ 10,000 രൂപയോളം മുടക്കിയാവുന്ന എന്താ പറയുക ചികിത്സിച്ചെടുത്തത്. ഈ പ്ലാസ്റ്റിക് പിറക്കി തിന്ന് കഴിയുമ്പോൾ വയറിളകി കഴിഞ്ഞാൽ നിൽക്കത്തില്ല. എന്തൊക്കെ ചെയ്താലും നമ്മുടെ വീട്ടിലെ മരുന്നുകളൊക്കെ കൊടുത്താലും അത് നിൽക്കത്തില്ല. അതിന് അവരെ കെട്ടിയെടുത്ത പ്ലാസ്റ്റിക് മൊത്തം അമ്മ പിറക്കി കളയാം. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും ഇതൊക്കെ ഈ മിണ്ടാപ്രാണികൾക്ക് അറിയത്തില്ലല്ലോ, അവരതൊക്കെ എടുത്ത് തിന്ന്. നമ്മളാണ് ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ബോധവും വിവരം ഉള്ളവർ ഇങ്ങനത്തെ പരിപാടി കാണിക്കാവോ മനുഷ്യരായവർ? മൃഗങ്ങൾക്ക് ബോധമില്ലെന്നല്ല, നമ്മളെക്കാളും അറിവും കാര്യങ്ങളും അവർക്കുണ്ട്, കാര്യം ശരിയാ. എന്നാലും ഞാൻ പറയുക, ഇങ്ങനെയുള്ള നാശമൊന്നും നമ്മളൊന്നും ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അതുങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അതുങ്ങളങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് അസുഖങ്ങളുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പ്ലാസ്റ്റിക്കുകൾ അലസമായിട്ട് ഉപേക്ഷിക്കരുത്. നമുക്കിപ്പോൾ ഹരിതകർമ്മസേനയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നിച്ച് കൂട്ടി വയ്ക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് കണ്ടോ, നാച്ചുറലായിട്ടുള്ള ചീരകളാണ്. അത് കണ്ടത്തിലിങ്ങനെ തന്നെ കിളിച്ച് വരുന്ന നമ്മുടെ നല്ല പച്ചച്ചീര. അമ്മ അതിൻ്റെ ഇടയ്ക്ക് പിഴുക. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് 3-4 പിഴുതാ, അതെനിക്ക് വീട്ടിൽ കൊണ്ട് നട്ട് വയ്ക്കാനാണെന്ന്. അപ്പോൾ അത് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചീരത്തോരനൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ദോണ്ടമ്മ എനിക്ക് കുഞ്ഞു തൈകളെല്ലാം പിഴ. ഞാൻ നൈസായിട്ട് അമ്മയുടെ കൂടിയൊക്കെ അമ്മ ഇപ്പം എന്നെ ചീത്ത പറയുന്ന ഇതെല്ലാം, എന്നിട്ട് അമ്മ അറിയാതെ ഇതെല്ലാം വീഡിയോ എടുക്കുകയാണ്. ഇതൊന്നും അമ്മ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്ത് വലിയ ശ്രദ്ധിക്കുന്നില്ല, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഇത് വീഡിയോ ആയിട്ട് വരുമ്പോഴേ കൊണ്ട് കാണിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇന്നാളിലും ഇതുപോലെ പുറകെ നടന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തേ, അമ്മ അറിയാതെ. അമ്മയെ കൊണ്ട് ഓരോന്നൊക്കെ പറയിപ്പിച്ചപ്പോൾ അമ്മ വിചാരിച്ച് ഇത്രയൊന്നും വരത്തില്ലായിരിക്കും, ഞാൻ ചുമ്മാ പൊട്ടുതരം കാണിക്കുന്നതാണെന്നല്ലേ കരുതുന്നത്. ഇത്രയും ആൾക്കാർ കാണുമെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ല. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരും പിന്നെ കണ്ടിട്ട് അമ്മയോട് അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു, പെണ്ണേ നിനക്ക് എന്തിൻ്റെ ചോദിച്ചു. ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കണ്ടത്തി ഇന്ന് കച്ചി എടുത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്ന്, ഇങ്ങനെ റോളാക്കി കിട്ടി. ഇതാകുമ്പോൾ ഒരു വർഷത്തേന് അടുത്ത വർഷം കൃഷി കഴിഞ്ഞ് നമുക്ക് അടുത്ത വർഷം കണ്ടത്തി കച്ചി ആകുന്നിടം വരെ ഇങ്ങനെ ഇവിടെ കച്ചി ഇരുന്നോളൂ. അമ്മയ്ക്ക് നല്ല പനിയുണ്ട് കേട്ടോ, അമ്മ നല്ല ചുമക്കുന്നുണ്ടേ. ഇത് കണ്ടോ, കച്ചി ഇങ്ങനെ ആക്കി വെച്ചേക്കാം. ഇനി ഇതെല്ലാം നനയാതെ എടുത്ത് വെക്കും. എൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ എത്തുവിട്ട് കണ്ടോ 2 കിടാക്കൾ നിൽക്കുന്നുണ്ടോ, കിടാക്കള്. ആങ്ങള വന്നത് പ്രമാണിച്ച് അവൻ ഇവിടെ എല്ലാം ചെടിയെല്ലാം വീട്ടിലെല്ലാം ചെടിയെല്ലാം ആക്കിയിട്ടുണ്ട്. പെരയ്ക്കകത്ത് വരെ ചെടിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനോട് പറയും, വരുമ്പോൾ പറയും, എടാ നീ പോകുന്നിടം വരെ ഉള്ളൂ, നീ എപ്പോൾ പോകുന്നു അത് കഴിയുമ്പോൾ ഇതെല്ലാം ഉടങ്ങി കരിഞ്ഞ് വിളിരിക്കും. അമ്മ പശുവിനെ നോക്കാൻ പോകുന്നു, നിൻ്റെ ചെടികൾ നോക്കാൻ പോകുന്നു ചോദിക്കും. ഇത് കണ്ടോ